തൃശൂരിൽ UDF വിമതനായി മുൻ കോർപ്പറേഷൻ കൌൺസിലർ പത്രിക സമർപ്പിച്ചു. കോതമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. താനൂരിലും മണ്ണാർക്കാടും വിമതരെ മുസ്ലിം ലീഗ് അനുനയിപ്പിച്ചു. വനിതാ ലീഗ് അധ്യക്ഷ സുഹറ മമ്പാടിന് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മകൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെ മുൻ കോർപ്പറേഷൻ കൌൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കലാണ് പത്രിക നൽകിയത്. പാർട്ടി അവഗണിച്ചെന്നാണ് ജയപ്രകാശിന്റെ പരാതി. കോതമംഗലത്ത് ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒഴിഞ്ഞത്. കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന് ഈ സീറ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നഷ്ടപ്പെടുത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മാർത്ഥമായി അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ഈ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ സ്ഥാനം രാജിവച്ചിരിക്കുന്നത്. താനൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് നിരാശനായ മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾക്ക് ലീഗ് പ്രമോഷൻ നൽകി. മുത്തുക്കോയ തങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കി. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VM ഉമ്മർ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയാക്കി. കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ലീഗ് പരിഹരിച്ചു. മണ്ണാർക്കാട്ടെ സ്ഥാനാർത്ഥി N ഷംസുദ്ദീനെതിരെ വിമത കൺവെൻഷൻ വിളിച്ച ലീഗിലെ ഒരു വിഭാഗം പിന്മാറി. പാണക്കാട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് വിമതർ പിന്മാറിയത്. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാടിനെ സീറ്റ് നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മകൻ ഫേസ്ബുക്ക് കുറിപ്പിട്ടു. പറിച്ചെറിഞ്ഞവരുടെ മുന്നിൽ പച്ചപിടിച്ച് പടരണമെന്ന വരികളോടെ സുഹറ മമ്പാടും ഒരുമിച്ച് നിൽക്കുന്ന പടവും ചേർത്തിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി VK ജയലക്ഷ്മി BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.